നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാലപ്പിള്ളി കുണ്ടായിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. കുണ്ടായി ഇരുമ്പ് പാലത്തിന് സമീപത്തെ പാടിയിലാണ് കാട്ടാന ഇറങ്ങിയത്. കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് നടക്കുന്നതിനാൽ തൃശൂർ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുന്നു. പൊരിവെയിലിൽ ദുരിതത്തിലായി വാഹനയാത്രക്കാർ. കോർപ്പറേറ്റീവ് കുത്തക മുതലാളിത്തത്തിന്റെ സഹായത്തോടുകൂടി നവകേരളം സൃഷ്ടിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് UDF സംസ്ഥാന കൺവീനർ MM ഹസൻ. ആശാവർക്കർമാരുടെ സമരത്തെ തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഹസൻ. ജില്ലയിൽ ലഹരിവേട്ട തുടരുന്നു. 130 ഗ്രാം ബ്രൌൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി പേരാമംഗലത്ത് പോലീസ് പിടിയിലായി. ക്രൈസ്തവ സമുദായത്തെ രണ്ടാക്കി വിഭജിച്ച് നശിപ്പിക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നതായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രൈസ്തവ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വിശ്വാസ പ്രതിസന്ധിയാണെന്നും മാർ താഴത്ത്. സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ നഗരസഭാ പുരസ്കാരം സ്വന്തമാക്കിയ വടക്കാഞ്ചേരി നഗരസഭ മാലിന്യ മാഫിയയുടെ വിഹാര കേന്ദ്രമാകുന്നു. അത്താണി ടൗണിലെ കാനയിൽ ശുചിമുറി മാലിന്യമടക്കം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. കാട്ടൂരിൽ വീടിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പൊന്നനം സ്വദേശി കതിരപ്പുള്ളി വീട്ടിൽ ശശിയാണ് മരിച്ചത്. മനക്കോടി വാരിയം കോൾ പാടശേഖരത്തിലെ പടിഞ്ഞാറെ ബണ്ട് കയർ ഭൂവസ്ത്രം വിരിക്കുന്ന പ്രവർത്തനത്തിന് തുടക്കമായി. 9ാം വാർഡംഗം K രാകേഷ് കയർ ഭൂവസ്ത്രം വിരിക്കൽ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ മോർച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ റാലി സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് നോമ്പുതുറ വിഭവങ്ങൾ നൽകി SYS സംഘടിപ്പിക്കുന്ന ഇഫ്താർ ഗൈമ ശ്രദ്ധേയമാകുന്നു. SYS കൊടുങ്ങല്ലൂർ സോണിന് കീഴിൽ കോട്ടപ്പുറം ബൈപ്പാസിനു സമീപമാണ് ഇഫ്താർ ഗൈമ ഒരുക്കിയിട്ടുള്ളത്. ആളൂർ പഞ്ചായത്തിലെ തെരുവോരങ്ങളിൽ അജൈവ മാലിന്യ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിക്ഷേപിക്കുന്നതിന് 33 ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകി ശ്രീനാരായണപുരം പഞ്ചായത്ത് ബജറ്റ്. 47,73,73,403 രൂപ വരവും 45,77,26,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപാണ് അവതരിപ്പിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ശിശുരോഗ വിഭാഗത്തിന്റെയും മെഡിക്കൽ വിദ്യാഭ്യാസ യൂണിയന്റെയും നേതൃത്വത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശില്പശാല നടന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മങ്ങാട് നിന്ന് 6 ലിറ്റർ വിദേശ മദ്യവുമായി പട്ടിത്തടം സ്വദേശിയെ കുന്നംകുളം എക്സൈസ് അറസ്റ്റ് ചെയ്തു. പൂവത്തൂർ വീട്ടിൽ സത്യനാണ് അറസ്റ്റിലായത്. കേരള അഡ്വക്കേറ്റ് ക്ലർക്കേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം അയ്യന്തോളിൽ നടന്നു. P. ബാലചന്ദ്രൻ MLA സമ്മേളനവും അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VK രാജേന്ദ്രൻ പ്രതിനിധി സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. കല്ലേറ്റുങ്കര K. കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ IHRD സ്നേഹത്തോൺ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ആളൂർ പോലീസ് ഇൻസ്പെക്ടർ KM ബിനീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരിക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. കടൽ മണൽ ഖനനത്തിനെതിരെ ഈ മാസം 12-ന് ഡൽഹി പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കയ്പമംഗലം കമ്പനിക്കടവിൽ യാത്രയയപ്പ് നൽകി. മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി PA രാമദാസ് യാത്രയയപ്പ് ഉദ്ഘാടനം ചെയ്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ IQAC വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ മേഖലയിൽ മികവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു. ഡോക്ടർ ജീൻ ജോയ്, KS ഡോക്ടർ അഖില, RJ അച്ചു, KS ശ്രുതി, സുമു സക്രിയ എന്നിവരെയാണ് ആദരിച്ചത്. തിരുവിലാമല ശ്രീ കരികുറ്റി അയ്യപ്പൻ കാവിൽ താലപ്പൊലിക്ക് കൊടിയേറി. നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി 40 വർഷങ്ങളായി ചേർപ്പ് GJB സ്കൂളിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന P. കുമാരിയെ രാജീവ് ഗാന്ധി എഡ്യു കൾച്ചറൽ സെന്റർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. മുൻ MP പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ ആദരം നിർവഹിച്ചു.
കഴിവിലങ്ങ് LP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. കൊടുങ്ങല്ലൂർ DYSP VK രാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ സമഗ്ര വികസനത്തോടൊപ്പം കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി പോർക്കുളം പഞ്ചായത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജിഷ ശശിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 19 ഗജവീരന്മാർ അണിനിരന്നു. മണ്ടമ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവവും രുചിയുത്സവവും സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലത്ത് നിർധന കുടുംബത്തിന് സ്നേഹവീടൊരുങ്ങുന്നു. കയ്പമംഗലം 19ാം വാർഡിലെ സിന്ധുവിനും 3 പെൺമക്കൾക്കുമാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ RK ബേബിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നത്. വനിതാ ദിനത്തിൽ വിധവയായ സ്ത്രീക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി കൃത്രിമ കാൽ സമ്മാനിച്ചു. പ്രമേഹ രോഗത്തെ തുടർന്ന് കാൽ നഷ്ടപ്പെട്ട തയ്യൽ തൊഴിലാളിയായ അക്കിക്കാവ് കോട്ടശ്ശേരി വീട്ടിൽ ബേബിക്കാണ് കൃത്രിമ കാൽ സമ്മാനിച്ചത്. ചാവക്കാട് മണന്തല വിശ്വനാഥ ക്ഷേത്രം ഉത്സവത്തിന് ശേഷം മാസ് ക്ലീനിംഗുമായി ചാവക്കാട് നഗരസഭ. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മാസ് ക്ലീനിംഗ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കയ്പമംഗലം 18ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി. മുൻ MP KP ധനപാലൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ആലപ്പാട് ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പുത്തൻപീടിക തണ്ടാശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് 51 കലാകാരന്മാരെ അണിനിരത്തിയുള്ള നടപ്പുര മേളവും കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. പ്രസിഡന്റ് TS അനിൽകുമാർ, സെക്രട്ടറി TR ജയപ്രസാദ്, ട്രഷറർ TI മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. പഴയന്നൂർ വടക്കേത്തറ മാരിയമ്മൻ കിഴക്കേ ക്ഷേത്രത്തിലെ പൂജ ഉത്സവം വർണ്ണാഭമായി. ചടങ്ങുകൾക്ക് പൂജാരി അളഗിരി ചന്ദ്രൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിദ്യാർത്ഥികളെ ലഹരിയുടെ പാതയിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിന് സംസ്ഥാന പാരന്റേഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ ജവഹർ ബാലഭവനിൽ വിവിധ മേഖലയിലുള്ള വിദഗ്ധരുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേപ്പറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ UDF നേതൃത്വ സംഗമം നടന്നു. UDF കൺവീനർ MM ഹസൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മഹിളാ കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കോടാലി മുരിങ്ങുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി കുഴിയേലി കർണമന നീലകണ്ഠൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. ബുധനാഴ്ച ആറാട്ടോടെ ഉത്സവം സമാപിക്കും. KCBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി COA രംഗത്ത്. ഈ മാസം 17 മുതൽ 21 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമര പരമ്പര നടത്തും. 13-ന് സംസ്ഥാനത്തെ വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളെ KSEB ഓഫീസുകൾക്ക് മുന്നിലും സമരം സംഘടിപ്പിക്കും. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറി തലപ്പിള്ളി താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ വനിതാ ദിനം ആചരിച്ചു. സ്പെഷ്യൽ ജഡ്ജി R മിനി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജെൻഡർ സെൻസിറ്റിവിറ്റി ഇൻ മീഡിയ എന്ന വിഷയത്തിൽ തൃശൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിച്ചു. സാഹിത്യകാരി സാറ ജോസഫ് ചർച്ച ഉദ്ഘാടനം ചെയ്തു. ദേശീയ വനിതാ ദിനത്തിൽ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ മോർച്ച സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടിയിൽ മഹിളാ മാർച്ച് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.